യുദ്ധത്തിന് തയ്യാറാവാൻ സൈനികരോട് പറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ്. അത് ആർക്കെതിരെ യുദ്ധം നടത്താനാണ് എന്നുള്ള തീരുമാനം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ? കാരണം ബംഗ്ലാദേശ് ഇപ്പോൾ ശത്രുവായി കാണുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണോ ബംഗ്ലാദേശ് നടത്തുന്നത്? ഇപ്പം വക്കാർ ഉസ്മാൻ, അതായത് ബംഗ്ലാദേശൻ ആർമിയുടെ തലവൻ എന്ന് പറയുന്നത് വക്കാർ ഉസ്മാൻ പറയുകയാണ്, ബംഗ്ലാദേശ് സൈനികരെ നിങ്ങളൊന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കൂ, ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് സജ്ജരാകും. അവിടുത്തെ ആർമി എന്ന് പറയുന്നത് 40,000 മുതൽ 80,000 പേർ വരെ അടങ്ങുന്ന ഒരു ചെറിയ ആർമിയാണ്. അപ്പോൾ ഇവരോട് തയ്യാറാകൂ എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഇന്ത്യയോടാണ് നമ്മൾ കരുതേണ്ട. ഇന്ത്യയിൽ ഏതാണ്ട് 12 ലക്ഷത്തിലധികം വരുന്ന ആർമിയാണുള്ളത്. നമുക്കൊന്നും അവരെ എന്താ പറയുന്നത് 1-2 ദിവസം പോലും വേണ്ടി വരില്ല അവർ രാജ്യം തന്നെ കീഴടക്കാൻ. അതുകൊണ്ടായിരിക്കില്ല. അപ്പോൾ അരക്കൻ ആർമി എന്ന് പറയുന്ന ബുദ്ധ സന്യാസിമാരുടെ ഒരു സംഘമുണ്ട്. അവരാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ പരിധിയിലൊക്കെ തന്നെ കടന്നു കയറി വലിയ അതിക്രമം നടത്തുന്നു, അല്ലെങ്കിൽ കുറേ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തുന്നു. എന്തിന്? ഈ പറയുന്ന ബുദ്ധമതത്തിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യം തന്നെ സൃഷ്ടിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ബംഗ്ലാദേശിനാണ്. മാത്രമല്ല, ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത് നേരത്തെ ഒരു സൈന്യമൊന്നും ആയിരുന്നില്ല, ഒരു പ്രതിരോധ സേന എന്ന് പറയാൻ പറ്റും. റബ്ബർ ചെരുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന ആലോചിച്ച് നോക്കി. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കവചിത വാഹനങ്ങൾ, അതുപോലെ തന്നെ യൂണിഫോം, ബൂട്ട്, ഇതൊക്കെ എവിടുന്ന് കിട്ടി? ആയുധങ്ങൾ. അപ്പോൾ ഇത് മറ്റൊരു രാജ്യം സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ആയുധങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ. പറയപ്പെടുന്ന ഒരു ആരോപണം ഇന്ത്യ സഹായിക്കുന്നു അല്ലെങ്കിൽ റോ സഹായിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം. കാരണം ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്ന ബംഗ്ലാദേശ് പെട്ടെന്ന് നയം മാറുകയും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഈ പറയുന്ന അവരുടെ പ്രധാനമന്ത്രി ഷേഖ് ഹസീന അവരെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തര സമ്മർദ്ദം ചെലുത്തുന്നു. എന്നിട്ട് ഒരു വശത്തോടെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ ബംഗ്ലാദേശിൽ ഈ പറയുന്ന അട്ടിമറി സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാവുണ്ട്. അവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ഇന്ത്യയിൽ അസം, അതുപോലെ തന്നെ ബംഗാൾ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു പുതിയ രാജ്യം ഞങ്ങൾ വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ആശങ്ക സൃഷ്ടിക്കുന്നു. ഇവിടെ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നില്ല, പകരം അരക്കൻ ആർമി അവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഈ അരക്കൻ ആർമി അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളോട് കുറച്ച് ഭക്ഷ്യധാന്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ കപ്പലിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. അതിൻ്റെ നന്ദി സൂചകമാണോ എന്തോന്നറിയില്ല, ബംഗ്ലാദേശിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിൽ അവരുടെ ഇടപെടലുണ്ടായി. രോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്ന ടെൻറ്റുകളിലടക്കം ഇവർ കയറി ആക്രമണം നടത്തി. അങ്ങനെ 60,000-ഓളം വരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർ ബംഗ്ലാദേശിലേക്ക് ചെന്ന് കുടിയേറുകയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം ഇന്ത്യയിലേക്ക് കുടിയേറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, എക്കാലത്തും അമേരിക്ക സ്വപ്നം കണ്ടിരുന്ന ഒരു ദ്വീപുണ്ട് അവിടെ, സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന പേര്. ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അരക്കൻ ആർമി കയറി പിടിച്ചെടുത്തു. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ആർക്ക്? അമേരിക്കയ്ക്ക്. അതായത് ഡീഗോ ഗാർഷ്യ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഒരു നാവിക താവളമില്ല എന്ന് പറയാം. ആ നാവിക താവളം അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിനെ അവർക്കൊപ്പം നിർത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷേ കാലാകാലങ്ങളായി ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. ആ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷേഖ് ഹസീന ഭരണകൂടം എന്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടൊരു ചർച്ച നടത്തും. ഇത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്റ്റേറ്റിന് ഇഷ്ടമല്ല. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് കുറേ നാളായി ആഗ്രഹിച്ചിരുന്ന സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അരക്കൻ ആർമി പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഇന്ത്യയോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ഇത് തരാം. അപ്പോൾ നമ്മൾക്കിത് തരാമെന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾക്ക് ഈ കടലോര മേഖലയിൽ ഒരു സ്വാധീനമായി മാറും. ശരിക്കും പറഞ്ഞാൽ ഒരു വിമാനം പൂർണ്ണമായും വന്നിറങ്ങാനുള്ള റൺവേ പോലും അവിടെ നിർമ്മിക്കാൻ പറ്റില്ല, അത്രയും ചെറിയൊരു ദ്വീപാണ്. പക്ഷേ ചൈനയുടെ ആക്രമണം ഭാവിയിൽ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കുള്ള ഒരു മാർഗ്ഗമാണ് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അപ്പോൾ ഡീഗോ ഗാർഷ്യയ്ക്ക് ഇപ്പുറത്തേക്ക് ഈ ചൈനയെ പ്രതിരോധിക്കാൻ ഒരു മാർഗ്ഗവും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരത് ആഗ്രഹിച്ചത്. പക്ഷേ അന്ന് ഇത് ആഗ്രഹിക്കുകയും ഈ അട്ടിമറി ശ്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്തത് ജോ ബൈഡൻ ഭരണകൂടമാണ്. ഇനി വരാൻ പോകുന്ന ട്രംപ് ഭരണകൂടമാണ്. ട്രംപ് ഭരണകൂടവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാൻ ഒരുപക്ഷെ നമ്മൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വാങ്ങില്ല. പകരം നമ്മൾ എന്തെടുക്കും? അവരുടെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ പാട്ടത്തിനെടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാട്ടത്തിനെടുക്കുകയോ അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകുകയോ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കുറേ സംഭവ വികാസങ്ങൾ ഒരു വശത്ത് അരങ്ങേറുന്നുണ്ട്. അപ്പോഴാണ് ബംഗ്ലാദേശ് അവരുടെ ആർമിയോട് സജ്ജരായിരിക്കാൻ പറയുന്നത്. ഇതിന് മറ്റൊരു കാരണമുണ്ട്. അതായത് ബംഗ്ലാദേശിൻ്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസ് ഇടയ്ക്ക് ഈജിപ്റ്റ് സന്ദർശിച്ചിരുന്നു. ഈജിപ്തിലെ കെയ്റോയിൽ ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ പ്രസിഡൻ്റായ ഷഹബാസ് ഷെരീഫ് എത്തിച്ചേർന്നു. എന്നിട്ട് ഇവർ അവിടെ വെച്ച് ചില എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം മുതൽ
പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിലെത്തുകയും ബംഗ്ലാദേശ് സൈന്യത്തിന് പരിശീലനം നൽകുകയും ചെയ്യണം. 1971 ഈ ബംഗ്ലാദേശിൻ്റെ രൂപീകരണ കാലഘട്ടമുണ്ടല്ലോ, ആ സമയം മുതൽ ബംഗ്ലാദേശും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ടോക്കിംഗ് റിലേഷൻ പോലും ഉണ്ടാകാതിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശുമായി എന്തിനാണ് ബന്ധപ്പെടുന്നത്? അപ്പോൾ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ താലിബാൻ ഭരണകൂടവും ഇന്ത്യയുമായി പല ചർച്ചകൾ നടത്തുകയും ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താലിബാൻ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പില്ല. അതുകൊണ്ട് ബംഗ്ലാദേശുമായി ചേർന്ന് എന്തോ ഒരു ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്ത്യ പോലെയുള്ള സുസജ്ജമായ സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ അവർക്ക് പറ്റില്ല. ഇത്രയും കാലം ചൈനയാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയത്. പക്ഷേ ഈ ഡെപ്സാങ് അതുപോലെ ഡെംചോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചൈനീസ് ആർമി പിൻവാങ്ങിയതോടുകൂടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനയെ എതിർക്കും. ചൈനയിലുണ്ടാകുന്ന പ്രൊഡക്ഷൻ ഈ ഹബ്ബ് എന്ന് പറയുന്ന ആ പദവി എടുത്ത് മാറ്റും. അപ്പോൾ ചൈനയുടെ നിക്ഷേപങ്ങൾക്ക് മേൽ ചൈനയുടെ പ്രൊഡക്റ്റുകൾക്ക് മേൽ 100% നികുതി ഏർപ്പെടുത്തും. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചൈനയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ നടത്താം. എന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ട് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിൽ വിൽക്കാം. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാവും. പാകിസ്ഥാനെ അവർ കൈവിടും. അപ്പോൾ പാകിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ ബംഗ്ലാദേശ് കൂടെ വേണം. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, ഷേഖ് ഹസീനെ കിട്ടാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനു വേണ്ടി അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായ ജേക്ക് സള്ളിവൻ എന്ന് പറയുന്ന ഒരു നയതന്ത്ര പ്രതിനിധിയുണ്ട്. അദ്ദേഹം ഈ പറയുന്ന മുഹമ്മദ് യൂനുസുമായി ചർച്ച നടത്തി. എന്നിട്ട് പറയൂ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ തരും. ആരാ പറയുന്നത്? ഈ പറഞ്ഞ ജോ ബൈഡൻ ഭരണകൂടത്തിലെ ആളാണ്. ആൾ മാറുകയാണ്. 20 വരുമ്പോഴത്തേക്ക് പുതിയ ആൾ വരുന്നു. അപ്പോൾ ഇന്ത്യയെ സഹായിക്കുന്ന ആളുകളാണ് ഇനി അമേരിക്കൻ ഭരണകൂടത്തിൽ കൂടെ നിൽക്കുന്നത്. മസ്കും അതുപോലെ തന്നെ വിവേക് രാമസ്വാമി ഉൾപ്പെടെ ഉള്ളവർ വരുമ്പോൾ എങ്ങനെയാണ് അവരെ എതിർക്കാൻ പറ്റുക? അപ്പോൾ ബംഗ്ലാദേശ് ചില ഗൂഢാലോചന ഇവിടെ നടത്തുന്നു. ഈ ആലോചന ഒരു പക്ഷേ അരക്കൻ ആർമിക്കെതിരെയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അരക്കൻ ആർമി ഇങ്ങോട്ട് കൂടുതൽ കടന്നു കയറിയാൽ ബംഗ്ലാദേശിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവും. ഏതാണ്ട് 240 കിലോമീറ്റർ അധികം വരുന്ന സ്ഥലം അതിർത്തി പ്രദേശം ഈ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അങ്ങനെ അരക്കൻ ആർമിയെ തകർക്കാൻ ബംഗ്ലാദേശ് സൈന്യത്തിന് 40,000 സൈന്യത്തിന് കഴിയുമോ സിനിജി? കഴിയില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനാണ് ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് ഷഹബാസ് ഷെരീഫും ഈ പറയുന്ന മുഹമ്മദ് യൂനുസും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയത്. അവിടെയാണ് ഈ ദുരൂഹത നിൽക്കുന്നത്. നിലവിലുള്ള പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പാകിസ്ഥാൻ ആർമി അവരുടെ സഹായങ്ങൾ ബംഗ്ലാദേശിൽ നൽകുകയും ചെയ്തു എന്ന് വെച്ചു. വേണമെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് അരക്കൻ ആർമിയെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അരക്കൻ ആർമി എന്ന് പറയുന്നത് സുസജ്ജമായ ഒരു സേനയല്ല. അവരുടെ കയ്യിൽ ഈ വ്യോമ സഹായമോ അല്ലെങ്കിൽ നാവിക സഹായമോ ഒന്നുമില്ല. കാൽനടയായിട്ട് പോകുന്ന കരസേന എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് വിങ് ആണ്. ഇന്ത്യ സഹായിക്കില്ലേ ഒരു ആവശ്യം? അതാണ് അവിടെ പാകിസ്ഥാൻ വന്ന് ബംഗ്ലാദേശിനെ സഹായിച്ചാൽ ഇന്ത്യ നേരിട്ട് ഈ അരക്കനെ സഹായിക്കും. നിലവിൽ അവർ പറയുന്നത് എന്താ? റോയാണ് ഇന്ത്യക്ക് ഈ സഹായം എല്ലാം ചെയ്തു കൊടുത്തത്. അപ്പോൾ റോയെ കുറിച്ച് നമുക്ക് ഒട്ടും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, റോയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, കൃത്യമായ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അരക്കൻ ആർമിയെ നേരിടാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ കൂടി സഹായം തേടിയാൽ ഇന്ത്യ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അന്നം മുട്ടുന്നത് ഒരുപക്ഷെ ബംഗ്ലാദേശിനായിരിക്കും. കാരണം ബംഗ്ലാദേശിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ബംഗ്ലാദേശ് മുഴു പട്ടിണിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. എന്തായാലും ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനെ വിട്ടു തരണം എന്ന് യൂനസ് ആവശ്യപ്പെട്ടിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഇന്ത്യ. കേട്ട ഭാവം പോലും ഇന്ത്യക്കില്ല എന്ന് പറയുമ്പോൾ അത്ര പോലും വില യൂനസിന് ഇന്ത്യ നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് എന്ത് കാണിച്ചാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ അരക്കൻ ആർമിയെ തൊട്ടാൽ അതിൻ്റെ പണി നിങ്ങൾക്ക് ഏത് ലെവലിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എന്നുള്ളതാണ് ഇന്ത്യ വയ്ക്കുന്ന നിർദ്ദേശം. എന്തായാലും ബംഗ്ലാദേശിൻ്റെ ആർമി ചീഫ് ഈ വക്കാർ ഉസ്മാൻ ചില നിർദ്ദേശങ്ങൾ അവരുടെ ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. ആർമി സജ്ജമാകുന്നുണ്ട്. ആർമിയെ പരിശീലിക്കാൻ ഫെബ്രുവരിയിൽ ഏതാണ്ട് ജനറൽ ലെവലിലുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യവും ഇവർക്ക് പിന്തുണയുമായിട്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഇന്ത്യൻ സേന എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല താലിബാൻ അവിടെ പാകിസ്ഥാനെതിരെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താലിബാനെ റോയുടെ സ്വാധീനത്താൽ നമ്മൾ ബംഗ്ലാദേശിനെതിരെ ഒരു പണിക്കായിട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം 3 വശവും ഇന്ത്യൻ അതിർത്തിയാണ്. ഒരു വശം ഈ പറയുന്ന അരക്കൻ ആർമിയുടെ കയ്യിലേക്കും വരും. അതോടുകൂടി ബംഗ്ലാദേശ് സൈന്യത്തെയൊക്കെ സജ്ജമാക്കി വെച്ചോ, എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.